10 പിന്നെ 5 റേറ്റിംഗ് അങ്ങോട്ടല്ലേ ഉള്ളൂ. അതിനെക്കാട്ടിലും ഭയങ്കര മോശം. ചാവുന്നില്ല, എത്ര കൊണ്ടിട്ട് ചാവാത്ത ഒരു മനുഷ്യ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി കഥകളൊക്കെ കൊള്ളാം, എത്ര അടി കൊണ്ടിട്ട് ചാവുന്നില്ല. ഒരു കഥയില്ല പടം, എന്തിനാ എടുത്ത് വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല, ഒരു കഥയില്ല. മറ്റേ മറ്റൊരു ഹിറ്റ് കമലഹാസൻ സിനിമ, നല്ല സിനിമ, അടിപൊളി പടം. മറ്റേ മറ്റൊരു ഹിറ്റ് വൻ ദുരന്തം, ഒട്ടും കൊള്ളത്തില്ല. കമലഹാസനൊക്കെ വൻ ഫ്ലോപ്പ് കേട്ടോ. പിന്നെ എന്ത് പറയണ്ട, ചിമ്പാണെങ്കിൽ കമലഹാസനാണ്. കഥയില്ല, ഒരു കഥയില്ല പടം, എന്തിനാ എടുത്ത് വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല, ഒരു കഥയില്ല. പിന്നെ ആകെ ക്യാമറ മാത്രം കൊള്ളാം പടത്തിനകത്ത്. എടുത്ത് പറയേണ്ട ഒരു പോസിറ്റീവ് ക്യാമറ മാത്രമുണ്ട്. കഥയും ഫ്ലോപ്പ്, തിരക്കഥയും ഫ്ലോപ്പ്, വൻ ദുരന്തം. ഇന്നലെ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് മാത്രം വരട്ടെ. മണിരത്നം കമലഹാസൻ കോമ്പോന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. മണിരത്നത്തിൻ്റെ ഒരു ടച്ചും ഇല്ലാത്തൊരു പടം. കുഴപ്പമില്ല, പെർഫോമൻസ് ഉണ്ട്, കുഴപ്പമില്ല. എടുത്ത് പറയാനായിട്ട് എൻഡിങ് എനിക്ക് ഡോൺ ഓഫ് ജസ്റ്റിസ് പോലെ തോന്നി, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് ഒന്നുമില്ല, പടം അടിപൊളി പടം. ചാവുന്നില്ല, എത്ര കൊണ്ടിട്ട് ചാവാത്ത ഒരു മനുഷ്യ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി കഥകളൊക്കെ കൊള്ളാം, എത്ര അടി കൊണ്ടിട്ട് ചാവുന്നില്ല. 10 മിനിറ്റ്, ലാസ്റ്റ് 10 മിനിറ്റും കൊള്ളാം. ബാക്കി പടം കൊള്ളൂല, സീരിയസ് ആയിട്ട് കൊള്ളൂല. അത് തന്നെ പടം കൊള്ളൂല. കമലഹാസൻ അങ്ങനെ ചാവൂല. അല്ല, പടം കൊള്ളൂല ബ്രോ, സീരിയസ് ആയിട്ട് പോയി കാണാൻ കൊള്ളൂല. 10 പിന്നെ 5 റേറ്റിംഗ് അങ്ങോട്ടല്ലേ ഉള്ളൂ. അതിനെക്കാട്ടിലും ഭയങ്കര മോശം. ഞാൻ സിനിമാറ്റോഗ്രാഫി എക്സ്പെക്ട് ചെയ്തിടണം വന്നേ, അതുപോലും കൊള്ളൂല സീരിയസ് ആയിട്ട്. വേറെ ഒന്നും പറയില്ല. ശരിക്കും കുഴപ്പമില്ല, പടം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഇത് മരിക്കാത്ത ഒരു ഇതുണ്ടല്ലോ, എത്ര വെടിവെച്ചിട്ടും കൊന്നിട്ടും ഇപ്പം അറക്ക വളം വെച്ച് പകുതി വെച്ച് അറുത്താൻ പോലും കമലഹാസൻ മരിക്കത്തില്ല. ആ ഒരു അത് ശരിയാവത്തില്ല, അത് കണ്ടിട്ട് അത് തൃപ്തി വരുന്നില്ല. അത് ആ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ലതാണ്. ഹൊറിബിൾ, ഒട്ടും കൊള്ളത്തില്ല. മണിരത്നം അറിയാമല്ലോ, മണിരത്നം ഇന്നലെ കൂടെ നായകൻ കണ്ടായിരുന്നു. നായകൻ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല. ക്ലൈമാക്സ് കൊള്ളത്തില്ല, ഇൻട്രോവൽ കൊള്ളത്തില്ല. ഇൻട്രോ ബീജമൊക്കെ വൻ കോമഡിയാണ്. STRൻ്റെ ബീജമൊക്കെ വൻ കോമഡിയാണ്. പിന്നെ പറയാൻ കമലഹാസനും അത്ര പോരാ. ചിമ്പ് കൊള്ളാം, അല്ലാതെ പറയാൻ അത്ര പോരാ എന്നല്ല, കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. ഇല്ല, എനിക്ക് ഒട്ടും വർക്കായില്ല. ഒട്ടും കൊള്ളുന്നില്ല തന്നെ. ഞാൻ എപ്പോഴും ഫസ്റ്റ് ഹാഫ് കൊള്ളത്തില്ല, സെക്കൻഡ് ഹാഫ് ഒട്ടും കൊള്ളത്തില്ല. ക്ലൈമാക്സ് പോർഷനൊക്കെ എന്തൊക്കെയോ അങ്ങ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത്. ആ പടി സിനിമ ഇരിച്ച് നല്ലതെന്ന് പറയാനുള്ള ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷൻസ് ഉണ്ട്, അപ്പോൾ അത് മാത്രം നല്ലതായിരുന്നു. ബാക്കിയെല്ലാം അപരാധം കണക്കാണ് തോന്നിയത്. ഒട്ടും കൊള്ളത്തില്ല. ക്ലൈമാക്സിലൊക്കെ എന്തോ കാണിച്ച് വെച്ചിരിക്കുന്നത്, കൊള്ളത്തില്ല. കമലഹാസൻ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കമലഹാസനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ STR ആണ് ഇച്ചിരി കൂടെ നല്ലതായിട്ട് തോന്നിയത്. കമലഹാസനൊക്കെ ഭയങ്കര ഓവറായ പോലെ എന്നൊക്കെ തോന്നി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, പടം കൊള്ളത്തില്ല.